ഇടപെടുകയാണ്. ഇപ്പോൾ കോവൂർ കുഞ്ഞുമോൻ MLA ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇതിവിടെ ആരുടെ വീഴ്ചയെന്നാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവുന്നത്. നാട്ടുകാർ എന്തായാലും ഇക്കാര്യം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണല്ലോ. എന്താണ് ശരിക്കും സംഭവിച്ചത് ശ്രീ കോവൂർ കുഞ്ഞുമോൻ? എന്താണ് ഇങ്ങനെ ഒരു വീഴ്ചയ്ക്ക് കാരണം? ഇത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ലൈൻ കടന്നു പോകുന്നത് ഇപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽ വന്നത്. യഥാർത്ഥത്തിൽ ഈ സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് 3-4 കുടുംബങ്ങൾക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുമ്പ് വലിച്ച ലൈനാണ്. ആ വലിച്ച ലൈനിൽ ആണ് ഈ പയ്യൻ അപകടത്തിൽപ്പെട്ടത്. ഞാന് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും വിളിച്ചിരുന്നു. അപ്പൊ KSEBയുടെ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തി. സ്കൂൾ അധികാരികളുടെ വീഴ്ചയുണ്ടോ, ഇതെല്ലാം നമ്മൾ പരിശോധിക്കപ്പെടണമല്ലോ. ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 2 റിപ്പോർട്ട് ഉടനെ തന്നെ പുറത്തു വിടുമെന്നാണ്. KSEBയുടെ റിപ്പോർട്ടും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ടും ഉടനെ തന്നെ പുറത്തു വിടുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോഴേ നമുക്കൊരു ക്ലിയർ പിക്ചർ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഞാൻ രാവിലെ മുതൽ ഇതിന്റെ ഈ ബോഡിയുടെ കൂട്ടത്തിലായതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും. പക്ഷെ നമുക്ക് അവിടെ ആർക്കും കണ്ടാൽ ബോധ്യമാകുമല്ലോ ശ്രീ കോവൂർ കുഞ്ഞുമോൻ, ആ തകര ഷെഡിന്റെ മുകളിൽ എത്ര അടുത്താണ് ആ വൈദ്യുതി ലൈൻ കടന്നു പോകുന്നതെന്ന്. സ്പേസറുകളൊക്കെ വെച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. പക്ഷെ കുട്ടികൾ ഏത് സമയത്ത് വേണമെങ്കിലും അതിന്റെ മുകളിലേക്ക് വരാം, നടന്നു വരാം. അപ്പോൾ അപകടം ഏത് സമയത്തും ഉണ്ടാകാവുന്നതാണല്ലോ. ഇപ്പൊ താങ്കൾ പറഞ്ഞു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന്. പക്ഷെ ഈ മാനേജ്മെന്റിന് താങ്കൾക്ക് അറിയാവുന്നതല്ലേ, ഈ ഭരണസമിതി അല്ലേ? ഞാൻ പഠിച്ച സ്കൂളാണ്. അതെ, ഞാൻ 5 മുതൽ 10 വരെ പഠിച്ച സ്കൂളാണ്. ഈ ലൈൻ കടന്നു പോകുന്നത് എന്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. ഞാൻ അവിടെ പ്രോഗ്രാമിന് പോകും, പക്ഷെ ഈ ഗ്രൗണ്ടിലോട്ട് നമ്മൾ പോകുന്നില്ല. സമ്മേളനം നടക്കുന്ന ഹാളിൽ പോയി പങ്കെടുത്തിട്ട് പോരുക. പക്ഷെ ഈ ഗ്രൗണ്ടിന്റെ സൈഡിലാണ് ഇത് ഈ ലൈൻ കടന്നു പോകുന്നത്. അങ്ങനെയാണ് ഇപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും വീഴ്ച ഉണ്ടെങ്കിൽ ആ വീഴ്ച അംഗീകരിക്കപ്പെടേണ്ടതാണ്. ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു കുട്ടിയാണ് മരിച്ചിട്ടുള്ളത്. അല്ല MLA, ഇത് നാട്ടുകാരൊക്കെ പറയുന്ന അവർ പലതവണ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണെന്നാണ്. സ്കൂൾ മാനേജ്മെന്റും അങ്ങനെ തന്നെ പറയുന്നുണ്ടല്ലോ. മറ്റൊരു കാര്യം, ഇത് ഈ ഭരണസമിതി എന്ന് പറയുമ്പോൾ താങ്കൾക്ക് പങ്കാളിത്തമുണ്ടോ ഈ ഭരണസമിതിയിൽ? അങ്ങനെ ഉണ്ടോ? അത് CPMന്റെ അധീനതയിലുള്ള സ്കൂളാണ്. ഞാൻ പഠിച്ച സ്കൂളാണെന്നേ ഉള്ളൂ. ഇന്നിപ്പോ കേരളത്തിലെ ഒരു വലിയ നേതാവ് പറഞ്ഞത് കോവൂർ കുഞ്ഞുമോൻ രക്ഷാധികാരിയായിട്ട് ഉള്ളതാണെന്നാണ്. ഞാൻ ചോദിച്ചത് അതുകൊണ്ടാണ് കേട്ടോ. ചെന്നിത്തലയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. രമേശ് ചെന്നിത്തലയാണ് പറഞ്ഞത് കോവൂർ കുഞ്ഞുമോൻ MLA രക്ഷാധികാരിയായിട്ടുള്ള സ്കൂളാണെന്നാണ് പറഞ്ഞത്. അതല്ല അല്ലേ? അല്ല, ഞാൻ അതിന്റെ രക്ഷാധികാരിയല്ല. ഞാൻ ആ സ്കൂളിൽ പഠിച്ചെന്നുള്ളത് എന്റെ വീടിന്റെ അയലത്തുമാണ് ഈ സ്കൂൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഗ്രൗണ്ടിലോട്ട് പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുള്ള, പിന്നീട് ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പല പരിപാടികളും പങ്കെടുക്കുന്നുണ്ട് സ്കൂളിൽ. ഇത് നമ്മുടെ ശ്രദ്ധയിൽ ഇപ്പോഴാണ്, ഇന്നിപ്പോ ഈ ഇൻസിഡന്റ് ഉണ്ടായതിനു ശേഷമാണ് ഇങ്ങനെ ഗുരുതരമായൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആര് രക്ഷാധികാരിയായാലും ശ്രീ കോവൂർ കുഞ്ഞുമോൻ, താങ്കൾ രക്ഷാധികാരിയല്ല. താങ്കൾ രക്ഷാധികാരി ആയിരുന്നുവെങ്കിൽ അത് ചിലപ്പോൾ അറിഞ്ഞേനെ. ആര് രക്ഷാധികാരി ആയിരുന്നാലും കുട്ടികൾക്ക് രക്ഷ നൽകുന്നില്ല എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, അല്ലല്ല, ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആര് കൊടുത്തു ശ്രീ കോവൂർ കുഞ്ഞുമോൻ? അത് അന്വേഷിക്കേണ്ട കാര്യമല്ലേ? ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ലല്ലോ. അല്ല, ഈ സ്കൂള് തുറക്കുന്നു, കേരളത്തിലെ എല്ലാ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് 3 കമ്മിറ്റികൾ വന്ന് അന്വേഷണം നടത്തും. KSEB AE അടക്കമുള്ളവർ വന്ന് ആദ്യത്തെ റിപ്പോർട്ട് കൊടുക്കും, സെക്കൻഡ് റിപ്പോർട്ട് കൊടുക്കും, തേർഡ് റിപ്പോർട്ട് കൊടുക്കും. ഇവിടെ ഫിറ്റ്നസ് ഉണ്ടോ എന്ന് അവർ തന്നെയാണ് പരിശോധിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥ സഹിതം വന്ന് പരിശോധന നടത്തിയതിനു ശേഷമാണ് എല്ലാ വർഷവും സ്കൂളുകൾ തുറക്കുന്നത്. ഇവിടെ അങ്ങനെ വീഴ്ച വല്ലതും ഉണ്ടോ അത് പരിശോധിക്കാം. അല്ല, ഉണ്ടല്ലോ. അല്ല MLA, വീഴ്ച ഉണ്ടല്ലോ. കാരണം സുരക്ഷിത അകലം പാലിച്ചിട്ടില്ല എന്ന് പറയുന്നത് ആരാണ്? വൈദ്യുതി മന്ത്രിയാണ്. ഉദ്യോഗസ്ഥരെ, വൈദ്യുതി വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരെ തൊട്ടടുത്തിരുത്തിക്കൊണ്ടാണ് ഇന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞത് സുരക്ഷിത അകലം പാലിച്ചിട്ടില്ല. മീറ്റർ കണക്ക് വരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ കണ്ടെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഞാൻ രാവിലെ മുതൽ ഈ ബോഡിയുടെ കൂടെ ആയിരുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും. അതിനുശേഷം ബോഡി കൊണ്ടുവന്ന് ശാസ്താംകോട്ട ഗവൺമെന്റ് ആശുപത്രിയിൽ വെച്ചു. അതിനുശേഷം വീട്ടിൽ പോയി എല്ലാവരെയും കണ്ടു. അമ്മയെ ബന്ധപ്പെടാനായിട്ട് ശ്രമിച്ചു നോക്കി. തുർക്കി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ കുട്ടി മിഥുന്റെ മാതാവ് ഉള്ളത്. അപ്പോൾ അവര് വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. വീഴ്ച ഉണ്ടെങ്കിൽ വീഴ്ച തന്നെ ആണെന്ന് തുറന്നു പറയാൻ ഞാൻ മടി കാണിക്കുന്ന ആളല്ല. വീഴ്ച ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തായിക്കോട്ടെ, വീഴ്ചയുണ്ടെങ്കിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ നിഗമനം. എന്തായാലും ഈ CPMന്റെ മാനേജ്മെന്റ് ആയതുകൊണ്ട്, CPM ഡയറക്റ്റ് പറയുന്ന കാര്യം, CPMന്റെ ഏരിയ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു അല്ലെ മാനേജർ? CPMന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അല്ല, തുളസീധരൻ പിള്ള എന്ന് പറയുന്ന CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് സ്കൂൾ മാനേജർ.
അപ്പോൾ ഫിറ്റ്നസ് കിട്ടാൻ എളുപ്പമാണല്ലോ. അല്ല, അത് ഞാൻ ഒരു അത്തരം സംസാരത്തിലേക്ക് പോകുന്നത് ശരിയാണെന്ന് താങ്കൾക്ക് തന്നെ അറിയാവുന്നതാണ്. ശരി, പക്ഷേ ഇത് അങ്ങനെയൊന്നും ഇല്ല. ഇതിനകത്ത് ആരുടെയാണ് വീഴ്ചയെങ്കിൽ അത് തുറന്നു പറയാൻ മടിക്കേണ്ട കാര്യമില്ല. താങ്കൾ MLA ആണ്, ഞാനത് പറഞ്ഞല്ലോ, താങ്കൾ MLA ആണ്. ആ സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടായിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രീ കോവൂർ കുഞ്ഞുമോൻ എനിക്ക് താങ്കളോട് നല്ല ബഹുമാനമുള്ള ആളാണ്. അല്ല ഞാനുള്ളത് പറഞ്ഞ ഇങ്ങനെ ഇപ്പോഴാണ് ഈ സംഭവം ഇത്രയും ലൈൻ ഇങ്ങനെ താണു കിടക്കുകയാണെന്ന് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. ഇപ്പോഴാണ് എല്ലാവരും അറിഞ്ഞതും. അതാണ് ഒരു പ്രശ്നം. എല്ലാവരും അറിഞ്ഞത് എല്ലാവരും അറിഞ്ഞ ഇപ്പോഴൊന്നും അല്ല. ഇല്ല, അത് എല്ലാവരും അറിഞ്ഞത് ഇപ്പോഴാണ്. എങ്ങനെ എത്രയോ പേര് പറഞ്ഞു ഞങ്ങൾ ഇത് പലതവണ പറഞ്ഞിട്ടുള്ളതാണെന്ന്. സ്കൂളുകാർ പറഞ്ഞിട്ടുണ്ട്. MLA അറിഞ്ഞില്ല, എനിക്കറിയില്ല. MLA അറിഞ്ഞില്ല. ശരി, നന്ദി. സ്കൂളിന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. ശരി, നന്ദി ശ്രീ കോവൂർ കുഞ്ഞുമോൻ. ശ്രീ